യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നീ കുട്ടികൾക്ക് എന്താന്ന് വെച്ചാ കൊടുക്ക്. വാ മക്കളെ, വാ. അവളില്ലേ എന്റെ കുഞ്ഞിനെ വയറ്റി കൊണ്ട് നടന്നവള് ഇവിടെ എവിടെയെങ്കിലും കാണും. ഒന്ന് കാണണമായിരുന്നു. എന്തിന്? ചുമ്മാതെ. ഒന്നില്ലെങ്കിലും എന്റെ കുഞ്ഞിന്റെ അമ്മാവൻ വേണ്ടി നടന്നവളല്ലേ, കണ്ടേക്കാന്ന് വെച്ച്. മോള് വാ. ഞാനേ നീ ചെല്ല്, ഇപ്പൊ വരാം. എന്തടി, നിന്റെ പ്ലാനൊന്നും നടക്കത്തില്ലെന്ന് ഉറപ്പായതിന്റെ വിഷമത്തിലാണ്. പക്ഷേ നീ ആ കൊച്ചിനെ കളഞ്ഞത് കഷ്ടമായിപ്പോയി. ഈ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാ എന്ത് തന്റെ തരത്തിന് നീ തയ്യാറാവുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നീ അബോട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പം വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. എന്നാലും ഒന്ന് അറിയണമായിരുന്നു അത് നീ എങ്ങനെ ഒപ്പിച്ചു. പിന്നെ നിന്നെ പോലൊരു മൂന്നാം കിട ക്രിമിനലിന് അതിനാണോ പ്രയാസം എന്ന് ഓർത്തപ്പോഴത്തേക്ക് ആ കൗതുകം ഇല്ലാതായി. അഖിലേ, മതി അഖിലേ, ഇനിയും പരിഹസിക്കണ്ട. കുറച്ചുനാള് നിന്റെ പേരില് ഗർഭവും താങ്ങി നടന്നതല്ലേ, വിട്ടേക്ക്. എടി, നിനക്കെന്താ ഫേസ് ചെയ്യാനൊരു മടി? നിനക്ക് വേണ്ടി ഞങ്ങളെ തല്ലി ഓടിച്ച അച്ഛമ്മയാ ഞങ്ങളെ തിരിച്ചു വിളിച്ചത്, അതറിയോ നിനക്ക്? നീ ആദ്യം അർജുൻ ചേട്ടനെ വലയിൽ വീഴ്ത്താൻ നോക്കി. ആ ജീവിതം പൂജിച്ച് വന്ന് രക്ഷിച്ചു. പിന്നെ അഖിലിന്റെ കൂടെ കൂടാൻ നോക്കി, അത് ഞാൻ മുടക്കി. പുറത്തിറങ്ങി വേറെ ആണുങ്ങളെ വീഴ്ത്താൻ ശ്രമിക്ക. ആരെങ്കിലുമൊക്കെ വന്ന് അവരെ രക്ഷപ്പെടുത്തിക്കോളൂ. അർജുൻ ചേട്ടൻ പറഞ്ഞതുപോലെ പുറത്തിനി നിനക്ക് അധികം കാലമില്ല. എന്നേക്കുമായി നിന്നെ അകത്തിടാനുള്ള മുഴുവൻ തെളിവുകളും അർജുൻ ചേട്ടൻ ശേഖരിക്കുന്നുണ്ട്. നീ നോക്കിക്കോ പ്രിയേ, നിനക്കെതിരെ അർജുൻ സാർ കോടതിയിൽ വാദിക്കുമ്പോ ജൂനിയർ ആയിട്ട് ഞാനും ഒപ്പം ഉണ്ടാവും. ജഡ്ജ് നിന്നെ വിധിക്കുന്നത് എനിക്ക് നേരിട്ട് കേൾക്കണം. വാഗിലേ, അധികം നേരം ഇവളുടെ അടുത്ത് നിൽക്കാൻ കൊള്ളില്ല, മനസ്സ് കെട്ടുപോവും. അത്രയ്ക്ക് കൊടിയ വിഷയം ഇവള്. വാഗിലേ. ഏട്ടാ, എന്റെ ഏട്ടാ, ഞാൻ സ്വപ്നം കാണുമെന്നു. ഇങ്ങനൊരു മാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അമ്മയ്ക്കും അച്ഛമ്മയ്ക്ക് എന്തോ പറ്റിയത്? ഈ വീട്ടിലുള്ള സ്വഭാവത്തിനൊക്കെ എന്തോ മാറ്റം വന്നിട്ടുണ്ട്. മാറ്റ സ്വഭാവത്തിന് മാത്രമല്ല അഖിലേ, എല്ലാവരുടെയും മനസ്സാ മാറിയത്. നമ്മുടെ അമ്മയുടെ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, അച്ഛമ്മ മാറിയെന്നുള്ള കാര്യം ശരിയാ. അതെ, അമ്മയെന്നും കുടുംബത്തിന്റെ ഒത്തൊരുമ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി അമ്മ പലപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം അമ്മയ്ക്കാരോട് സ്നേഹമില്ലെന്നല്ല. ഇവിടെയുള്ള എല്ലാവർക്കും എല്ലാവരോടും സ്നേഹമാ. പക്ഷേ കുറച്ചുപേരത് ചൂഷണം ചെയ്തു. നമ്മളത് ചെയ്തില്ല, അത്രയുള്ളൂ.
ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും മാത്രമല്ല, ഉപദ്രവിക്കാനും കഴിയുന്ന രീതിയിലൊക്കെ മാനസികമായി തളർത്താനും വേണ്ടിയാ. അങ്ങനെയുള്ളൊരു വലിയൊരു കടമ്പ എല്ലാരും കടന്നു. പൂജ എന്തു പറയുന്നേ? മനസ്സിലാവുന്ന ഭാഷ പറ. ഇവിടെ എന്തോ സംഭവിച്ചേ? ഞങ്ങളെ വിളിക്കാൻ അമ്മ വരുന്നു, അച്ഛമ്മ വരുന്നു. അമ്മ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നപ്പോ പറ്റത്തില്ലാന്ന് പറഞ്ഞത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് സ്നേഹയുടെ അച്ഛനമ്മയും പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ഒരു വീട്ടിൽ യാതൊരു വിലയില്ലാതെ എപ്പോഴും കുറ്റപ്പെടുത്തലുകളും വിട്ടുവീഴ്ച ചെയ്യാത്ത മനസ്സുമായിട്ട് ജീവിക്കുന്നവരുടെ കൂടെ എങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നേ? കുടുംബ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കല്ലടികളൊക്കെ വന്നാൽ അതൊരിക്കലും മനസ്സിൽ നിന്ന് പോകത്തില്ല, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. സ്നേഹ സുരക്ഷിതമായിട്ടിരിക്കുന്ന സ്ഥലം അവളെ വീടാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് മാറിയത്. എടാ, നമ്മുടെ വീടെന്ന് പറഞ്ഞൊരു സ്വർഗമായിരുന്നു. അവിടെ പ്രിയ എന്ന വിഷയത്ത് വന്നോടുകൂടിയാ എല്ലാം മാറിയത്. പിന്നെ അച്ഛമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹത്തെ അവള് മുതലെടുക്കുകയായിരുന്നു. സ്വന്തമല്ലാത്ത വീട്ടിൽ അന്യായമായി കടന്നുകൂടി നമ്മളെ എല്ലാവരും തമ്മിലടുപ്പിച്ചിട്ടാ അവൾ അവളുടെ ഒരു സ്പേസ് ഇവിടെ ഒരുക്കിയത്. പക്ഷേ ദൈവം എന്നും അവളുടെ ഒപ്പം അല്ലായിരുന്നു. സത്യം ഒരു നാൾ മറ നീക്കി പുറത്തു വന്നു. അർച്ചനോടൊന്ന് തെളിച്ചു പറ, എന്ത് യഥാർത്ഥത്തിൽ നടന്നേ? നടന്നതങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അരുണുമാന്റിയുടെയും നന്ദനങ്ങളുടെയും മകൾ അനുക്കുട്ടി തന്നെയാ ഈ നിൽക്കുന്നത്. പൂജയാ നന്ദനങ്ങളുടെയും അരുണുമാന്റിയുടെയും യഥാർത്ഥ മകൾ. സത്യമാണോ ഏട്ടാ? അതേടാ. അപ്പോ നമ്മളെല്ലാരും വിശ്വസിച്ച പോലെ തന്നെ സംഭവിച്ചല്ലേ? അതേടാ, നമ്മുടെ എല്ലാം ചോരയാ ഇയാളുടെ ശരീരത്തിൽ ഓടുന്നത്. നമ്മുടെ എല്ലാം സ്വന്തം തന്നെ ഈ പൂജ. എന്നിട്ടാണോ പൂജയിച്ച് ഈ വീട്ടിൽ ഇത്രയും കഷ്ടപ്പെട്ടത്? ഇതെന്താ ആദ്യമേ പറയാത്തത്? വല്ലാത്ത ചതിയായി പോയിട്ടോ. ചേച്ചിയെങ്കിലും സത്യം മനസ്സിലാക്കിയപ്പോ ഇവിടെ എല്ലാവരോടും പറയണമായിരുന്നു. സത്യങ്ങൾ അങ്ങനെയാ, എപ്പോഴും ഒരു മറയ്ക്ക് പിന്നിലായിരിക്കും. നമ്മൾ മറ നീക്കി സത്യത്തിനെ പുറത്തു കൊണ്ടുവരണം. അതാണിപ്പോ സംഭവിച്ചത്. നേരും നന്മയും ഇയാളുടെ കൂടെയാ. എപ്പോഴും ദൈവം നേരിന്റെയും നന്മയുടെ ഒപ്പാ. വെളിച്ചം പുറത്തു വരാൻ അല്പസമയം താമസിക്കുമെങ്കിലും വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് കാണാം, വ്യക്തമായിട്ട് തന്നെ കാണാം. ഈ വീട്ടിലുള്ളവർക്കും സംഭവിച്ച അതാ. അച്ഛമ്മയ്ക്കും മധുവാന്റിക്കും അച്ഛനുമെല്ലാം ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിപ്പോ. പിന്നെ അച്ഛമ്മയും മധുവാന്റിയും അരുണമാന്റിയുടെ മകളായിട്ട് പ്രിയയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു പോയി. അവരുടെ മനസ്സിൽ അനുക്കുട്ടിയുടെ ചിത്രം വളരെ വ്യക്തമായിട്ട് വരച്ചിട്ട് പോയി. അവരുടെ ചെറുമകളായ അനുക്കുട്ടിയെ അവർ പ്രിയയിൽ കണ്ടുപോയി. അത് മാറാൻ കുറച്ച് സമയമെടുത്തു, അത്രേ ഉള്ളൂ. മധുവാന്റി സത്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല. എങ്കിലും അച്ചമ്മയ്ക്ക് ഏകദേശം ഒരു ധാരണയായി. എന്നാലും നിങ്ങൾ ഇത്രയും ബുദ്ധിരാക്ഷസന്മാരുണ്ടായിരുന്നിട്ടും ഇവരെല്ലാവരെയും പറ്റിച്ച് പ്രിയ നടത്തിയ ആൾമാറാട്ടം കണ്ടുപിടിക്കാൻ കഴിയാതെ പോയല്ലോ.